നമസ്കാരം. മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു പച്ചക്കള്ളം പലവട്ടം ആവർത്തിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നാണ്. പക്ഷേ ഈ മാപ്രോളികളുടെ ഉള്ളിലിരിപ്പ്, കയ്യിലിരിപ്പ് എന്താണെന്ന് നന്നായി പ്രേക്ഷകർക്കറിയാം, ജനങ്ങൾക്കറിയാമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. പി ജയരാജനെതിരെ എന്തൊക്കെ രീതിയിലുള്ള ഒരു കടന്നാക്രമണമാണ്, എന്തൊക്കെ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളാണ് ഇവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പി ജയരാജൻ ദാ ഇപ്പോൾ BJP-യിൽ ചേരും. BJP-യുമായി പി ജയരാജൻ ഒരു ചർച്ച നടത്തി, പ്രകാശ് ജാവ്ദേക്കറുമായി ഡീൽ ഉറപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ഈ പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന കുത്തിത്തിരിപ്പുകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തത് മുതൽ വലതുപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും നടന്നില്ല. കൈപ്പത്തിക്ക് കുത്തിയാൽ താമര തെളിയുമെന്ന LDF-ന്റെ പ്രചാരണം അത് സത്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലാകുമ്പോൾ, ഇടത് തരംഗമാണ് ഇവിടെ ആഞ്ഞടയ്ക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ആസൂത്രിതമായി ഒരു വ്യാജ വാർത്ത പുറത്തുവിടുകയാണ്. പ്രകാശ് ജാവ്ദേക്കറുമായി പി ജയരാജൻ രാഷ്ട്രീയ ചർച്ച നടത്തി എന്ന രീതിയിൽ. ആരാണ് ഇതൊക്കെ തുറന്നു പറയുന്നത്? ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും. ഇവരുടെ രണ്ടുപേരുടെയും ഒരു ക്വാളിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എത്ര വലിയ സത്യസന്ധന്മാരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ വാ പോയ കോടാലികളൊക്കെ പറയുന്നത് കേട്ട് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിലൊന്നുമില്ല എന്ന് മാധ്യമങ്ങൾക്കറിയാം. എന്നാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അത്തരത്തിൽ വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നത്. അത് അതിരാവിലെ തന്നെ പി ജയരാജൻ പൊളിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. അതായത് പ്രകാശ് ജാവ്ദേക്കറെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്, പക്ഷെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. പ്രകാശ് ജാവ്ദേക്കറും പറയുന്നു ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശരിയാകുന്നത്? രാഷ്ട്രീയ എതിരാളികൾ പലയിടത്തും വെച്ചൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വഴിയൊക്കെ പോകുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാവിന്റെ വീട്ടിൽ കയറുക, സംസാരിക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൽ രാഷ്ട്രീയം കണ്ടെത്തി അവർ ഇന്ന പാർട്ടിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നിടത്താണ് ചില ആളുകളുടെയൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ചില ബിസിനസ്സുകൾ നമ്മൾ കാണേണ്ടത്. മാധ്യമങ്ങൾ മനഃപൂർവ്വം അങ്ങ് പിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പി ജയരാജൻ BJP-യിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല അവരുടെ വാർത്ത. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നാണ് അവരുടെ വാർത്ത. അതപ്പോൾ ആരെ രക്ഷിക്കാനും ആർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കാനുമാണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സംഘികൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. മോദിക്ക് വേണ്ടിയുള്ള കുഴലൂത്താണ്. 398 കോടി രൂപയാണ് ഗൂഗിളിലും യൂട്യൂബിനും ഒക്കെ വേണ്ടി ഈ BJP മുടക്കിയിരിക്കുന്നത് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി, സൈബർ ഇടങ്ങളിൽ മാത്രം. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചില കുഴലൂത്തുകൾ നടത്തിയല്ലേ പറ്റൂ. ഇന്ന് അതിരാവിലെ തന്നെ പിയുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴോ പൊട്ടിപ്പോയൊരു വാർത്ത, 8 നില പൊട്ടിയെന്ന് മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യിലേക്ക് പോകുമോ എന്ന് പിയോട് ചോദിക്കുമ്പോൾ എന്ത് വൃത്തികേടെന്നാണ് പി ചോദിച്ചത്. സത്യത്തിൽ നാണമില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു പോവുകയാണ്. വാർത്താ ദാരിദ്ര്യമല്ല എന്നറിയാം, അതിനപ്പുറത്തേക്ക് ഇതിനെ കുഴലൂത്ത് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ, ഞാൻ പോയിട്ട് BJP ചേരുക കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞൂടെ? ഞാൻ പറയാൻ നിൽക്കടോ? ഈ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് CPM-ലേക്ക് വരുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അങ്ങനല്ല ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമാണ് കണ്ടത്. അവരെ പ്രസംഗമൊക്കെ വളരെ ഓർക്കുന്നത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി പോലും ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിക്കും. പിന്നെന്തിനാണ് പിയെ തന്നെ അവരിങ്ങനെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമ പ്രവർത്തകരില്ല, നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിരുന്നു. ഈ 1 വർഷം മുമ്പ് നമ്മുടെ കൂടിക്കാഴ്ചയാണ് ജാവ്ദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്നത് പാർട്ടി അറിയിച്ചെങ്കിൽ എന്നെ വന്ന് കാണുന്ന ആളുകളുടെ മുന്നിൽ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നമുണ്ടാകുന്നു. പല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയും. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും. അങ്ങനെ കണ്ടു പരിചയപ്പെടുന്ന ഒക്കെ പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. UDF-ൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇപ്പോൾ അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM-ൽ നിന്നൊരു നേതാവ്, അതും ഭരണമുള്ള സമയത്ത് ഒരാൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു മാധ്യമം, ഒരു പച്ചക്കള്ളം ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർ വിളിക്കേണ്ടത്? മാപ്രകൾ എന്ന് മാത്രമേ വിളിക്കാനുള്ളൂ. ഇന്നിപ്പം മനോരമ
എടുത്തു നോക്കുമ്പോഴും മാതൃഭൂമി എടുത്തു നോക്കുമ്പോഴും ഏഷ്യാനെറ്റ് എടുത്തു നോക്കുമ്പോഴും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ.പി. ജയരാജനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കമാണ് CPM-ൽ നടക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഇന്ന് മാതൃഭൂമിയിൽ കണ്ടൊരു വാർത്തയാണ്, EP വിഷയം എന്ന് CPM സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. ഇത് കേട്ടാൽ എന്താണ് നമുക്ക് തോന്നുന്നത്? അതായത് എന്തോ വലിയൊരു കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തി CPM ഇപ്പോൾ തന്നെ അങ്ങ് പുറത്താക്കാൻ പോവുകയാണ്. അതായത് EP ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് CPM-ന് മാത്രമല്ല അണികൾക്കും എല്ലാവർക്കും പ്രവർത്തകർക്കും ഒക്കെ അറിയാം. എന്നാലും അവരെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കുത്തിരിപ്പോടിയും അവർ കയറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ വായിക്കാം. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനാകില്ല. അതായത് എല്ലാം കണ്ടുപിടിച്ചു, നമ്മുടെ മാതൃഭൂമി എല്ലാം കണ്ടുപിടിച്ചു, അതായത് ഇതിന്റെ തെളിവുകളൊക്കെ മാതൃഭൂമിക്ക് കിട്ടി എന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം സംസ്ഥാന ഘടകത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലും കേന്ദ്ര കമ്മിറ്റിയിൽ പരാതി ഉയർന്നാലും കേന്ദ്ര നേതൃത്വത്തിന് നടപടിയെടുക്കാം. തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ EP-നെ അങ്ങ് പുറത്താക്കുമെന്നാണ് മാതൃഭൂമി പറഞ്ഞു വെക്കുന്നത്. ഉളുപ്പില്ലല്ലോ മരഭൂമി എന്ന് പറഞ്ഞു പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ E.P. ജയരാജൻ ഇത് നിഷേധിക്കുക മാത്രമല്ല, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് തുറന്നു പറയാം. അല്ലാതെ മോൻസം മാവുങ്കലിന് അറിയുമെന്ന് വെച്ചപ്പോൾ എനിക്ക് മോൻസം മാവുങ്കലിന് അറിയൊന്നുമില്ല, എന്നാൽ പിന്നെ നിയമ നടപടി സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കാൻ നേരത്തെ ഞാൻ എന്തിനാ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ K. സുധാകരൻ്റെ ഒന്നും റൂട്ടല്ല കേട്ടോ E.P. ജയരാജൻ്റേത്. എന്നിട്ട് ഈ വ്യാജ വാർത്തകളൊക്കെ 8 നിലയിൽ പൊട്ടി, പ്രേക്ഷകർക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസവും പോയി എന്ന് മനസ്സിലാകുമ്പോൾ അതേ ആ പച്ചക്കള്ളം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. വീണ്ടും അതിനെ ഒന്നുകൂടി ഈ പറയുന്നത് പോലെ കുത്തിത്തിരിപ്പ് ഇഞ്ചക്ട് ചെയ്ത് അത് ഊതി വീർപ്പിക്കുകയാണ്. എന്തായാലും മാധ്യമങ്ങളുടെ ഈ ചൊറി ഒക്കെ ഈ പറയുന്ന റിസൾട്ട് വരുമ്പോഴത്തേക്ക് മാറി കിട്ടിക്കോളും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലൊക്കെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പിടിച്ചിരുത്തി വളരെ എക്സ്ക്ലൂസീവ് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണ്. ശോഭ പറയണൊക്കെ അവർക്ക് അങ്ങ് വിശ്വാസമാണ്. അല്ലെങ്കിൽ സതീശൻ പറയുന്നതും ശോഭ പറയുന്നതും സുധാകരൻ പറയുന്നതൊക്കെ ഈ പറയുന്ന ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ വലിയ വിശ്വാസമാണ്. അതായത് അവരെന്ത് പച്ചക്കള്ളം പറഞ്ഞാലും അങ്ങനെ തന്നെ എഴുതി പിടിപ്പിക്കും. അവസാനം പൊളിഞ്ഞു കഴിഞ്ഞാലും ഒരു നാണമില്ല കേട്ടോ. കാരണം നാണമുള്ളവർക്കല്ലേ നാണം ഉണ്ടാവുള്ളൂ. അത് രണ്ടാമത്തെ, ഞാൻ നിങ്ങൾ പത്രക്കാർ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. അതിന് നിങ്ങൾ സന്നദ്ധത കാണിക്കും. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരവസ്ഥ വരുന്നത്. അത് ഞാൻ ആലോചിക്കുന്നവരമായിട്ടാണ് തീർച്ചയായും. എന്തായാലും E.P. ജയരാജൻ BJP-യിലേക്ക് പോകുമെന്ന് മാത്രമാണല്ലോ ഈ മാപ്രകൾ അടിച്ചോളൂ. സാധാരണ E.P. ജയരാജൻ പ്രധാനമന്ത്രി ആയേക്കും, E.P. ജയരാജൻ ഇത്തവണ കേന്ദ്രമന്ത്രി ആയേക്കും എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കാറ്. ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല. വെപ്രാളത്തിനിടയിൽ അത് വിട്ടുപോയതാകും. എന്തായാലും വരും ദിവസങ്ങളിൽ അതുകൂടി ജോയിൻ ചെയ്ത് ഈ കുത്തിത്തിരിപ്പ് വാർത്തയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും CPM പ്രവർത്തകരെയും അണികളെയും ഒക്കെ E.P. ജയരാജനെതിരെ തിരിക്കാൻ പറ്റുമെന്ന് ഓർത്ത് പാവങ്ങൾ ചെയ്തു പോയതാണ്. പക്ഷേ ഇത് UDF-ഉം BJP-യും അല്ലാന്ന് ഇപ്പോൾ അവർക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അപ്പം ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക.